വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ റെസിപ്പി സോട്ടേഡ് വെജീസ്. അപ്പോൾ രണ്ടല്ല 3 ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാം ഒരേ ടൈപ്പ് പ്രസൻറ്റേഷൻ. ഓൺലി തിങ് നമ്മുടെ കളേഴ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇത് എൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൻഡ് നിങ്ങൾക്ക് ഇത് ടിഫിൻ ബോക്സിലേക്ക് നല്ലതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ട് നല്ല, ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യുന്ന ടേബിളിലോട്ട് നല്ലതാണ്, ഡിന്നർ ഐഡിയ ആയിട്ട് നല്ല, ആൻഡ് പെയർ ചെയ്യാം. പാസ്ത അങ്ങനെ കുറേ റൈസ്, നമ്മുടെ ഹെർബ് റൈസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ പെയർ ചെയ്യാം. അങ്ങനെ ഇനി വരാൻ പോകുന്ന എൻ്റെ വീഡിയോസ് ഷോർട്ട് റെസിപ്പിയിൽ ഇനി വരാൻ പോകുന്ന എൻ്റെ റെസിപ്പി വീഡിയോസിൽ എല്ലാം സൈഡ് ഡിഷായിട്ട് വെക്കാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതിന് വേണ്ട വെജിറ്റബിൾസ് ഞാനൊന്ന് ഓടിച്ച് പറയാം കേട്ടോ. ബേബി കോൺ, സ്വീറ്റ് കോൺ, ക്യാരറ്റ്, സുക്കീനി 2 കളറും, ക്യാപ്സിക്കം 3 കളേഴ്സും, ബ്രോക്കലി, സ്വീറ്റ് പൊട്ടാറ്റോ, നമ്മുടെ ബേബി പൊട്ടാറ്റോസ്, പാലക്, മഷ്റൂം, ഊട്ടി ബീൻസ്, ഇത്രയും മതി. ഇത് വെച്ച് നമ്മൾ ഇഷ്ടമുള്ള രണ്ട് വെജിറ്റബിൾസ് ആയിട്ടും നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഇത് കുറേ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ബട്ട് എല്ലായിടത്തും തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് വാട്ടറി ആയിട്ട് ഇരിക്കുന്ന പോലെ ഞാൻ കണ്ടേക്കണം. അതാണ് ഇതിപ്പോൾ വീഡിയോ ഇടാനായിട്ട് കാരണം. ഈ അടുത്ത് ഞാൻ പോയപ്പോൾ അങ്ങനെ കണ്ടു. ഇതിപ്പോൾ വെജിറ്റബിൾസ് കഴുകിയിട്ട് നന്നായിട്ട് അതിൽ വെള്ളം തുടച്ച് കളയാം തുണി കൊണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അരിയണത്, കട്ട് ചെയ്യണത്. ഇനി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ, 2 ഷേപ്പിൽ. ഒന്നില്ലെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ട് മീഡിയം തിക്നെസ്സിൽ, ഒരുപാട് തിന്നുമല്ല, മീഡിയം തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ഇതുപോലെയും കട്ട് ചെയ്യാം. 2 ഷേപ്പിൽ ഞാൻ ഓപ്ഷൻസ് തരണമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇന്ന് ഈ ഷേപ്പിലുള്ള ചെയ്യാൻ പോണേ. സെയിം രീതിയിൽ തന്നെ സുക്കീനിയും ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 ഷേപ്പിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്യണേ. 2 കളർ സുക്കീനിയും ഒരു മീഡിയം തിക്നെസ്സിൽ, ഈ ഒരു തിക്നെസ്സിൽ. ഇതിപ്പോൾ 5 പേരൊക്കെ നിങ്ങൾക്ക് വരാണെങ്കിൽ ഈ ഒരു ഫുൾ സുക്കീനി എടുത്തോ, ഒരു ഫുൾ ക്യാരറ്റ്, എല്ലാം ഓരോന്ന് ഇതെടുത്താൽ മതി. സുക്കീനി ഒരു മീഡിയം സൈസിലുള്ള മേടിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബേബിക്കോൺ നീളത്തിലാണ് കട്ട് ചെയ്യണേ. ഞാനിത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയണത് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. ആക്ച്വലി കുറേ സ്ഥലത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതുപോലെ ഈ ഷേപ്പിൽ. പിന്നെ ബ്രോക്കലി കട്ട് ചെയ്യുമ്പോഴും മെയിൻ തിങ് ശ്രദ്ധിക്കണം. ചിലർ ഇങ്ങനെയൊക്കെ വെക്കണതാണ്, ഈ അറ്റമൊക്കെ ഇങ്ങനെ നീണ്ടിട്ടില്ലേ, അങ്ങനെ വെക്കരുത്. എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി വെക്കാം. നീറ്റ്നെസ്സാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ആരും കഴിക്കില്ല. ഷേപ്പ് നല്ല കറക്റ്റായിട്ട് ഇവിടുത്തെ ഷേപ്പ് ഇത് കണ്ടോ, അത്രയേ ഉള്ളൂ. ഇനി സോട്ട് ചെയ്യാം. പിന്നെ മഷ്റൂം എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മഷ്റൂം മേടിച്ചിട്ട് നന്നായിട്ട് കഴുകുക, എന്നിട്ട് തൊലി കളയുക. അല്ലാതെ തൊലി കളഞ്ഞിട്ട് കഴുകാൻ നിൽക്കരുത്. പിന്നെ ഒന്നും ചെയ്യരുത്, നന്നായിട്ട് തുണി കൊണ്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കര വാട്ടറി ആവും ഡിഷ്. ഇനി മെയിനായിട്ട് എല്ലാ വെജിറ്റബിൾസും ഡിഫറെൻറ്റ് കുക്കിംഗ് ടൈമാണ്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുക. ഞാനിതിന് കുക്കിംഗ് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണേ. ഇത് കണ്ടോ, കുക്കിംഗ് ഒലിവ് ഓയിൽ ആൻഡ് ബട്ടർ മിക്സ് ചെയ്ത്, 2 കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യണേ. ആൻഡ് എപ്പോഴും ഇതുപോലെ പരന്നൊരു പാത്രം എടുക്കാം കേട്ടോ. ചെറിയ പാത്രത്തിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ടൈം വേണ്ട ക്യാരറ്റ് കുക്ക് ചെയ്യാം. ഇതിങ്ങനെ ആവിയൊന്നും കയറ്റണ്ട, നേരെ ഇങ്ങനെ ബട്ടറിലും ഒലിവ് ഓയിലും സോട്ട് ചെയ്യണതാണ് എപ്പോഴും ടേസ്റ്റ്. സോട്ട് ആവട്ടെ, എന്തായാലും ഒരു 2 മിനിറ്റ് എടുക്കും. ക്യാരറ്റ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത വെജിറ്റബിൾ. നെക്സ്റ്റ് ബേബിക്കോണിന് ക്യാരറ്റിൻ്റെ അത്രയും വേണ്ട, കുക്കിംഗ് ടൈം വേണ്ട. അതും ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യാം. ഉപ്പിടുക, എഗെയിൻ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് മഷ്റൂം ഞാൻ ഇതുപോലെ വലിയ സൈസായിട്ട് കട്ട് ചെയ്തേക്കണം കേട്ടോ. മെയിനായിട്ട് വെജിറ്റബിൾസിൻ്റെ കട്ട് ചെയ്യണ സൈസിൽ എപ്പോഴും ഒരു കാൽക്കുലേഷൻ വേണം. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത കാരണം ഒട്ടും വെള്ളം വരുന്നില്ല മഷ്റൂമിൽ നിന്ന്. നെക്സ്റ്റ് ബ്രോക്കലി, അതും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ സോട്ടേ ചെയ്ത് തന്നെ കുക്ക് ചെയ്യാം. ഓവറായിട്ട് ബ്രോക്കലിയാണ് എപ്പോഴും ഞാൻ ഓവറായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത പോലെ കണ്ടേക്കണേ, തളർന്നിങ്ങനെ ഇരിക്കും. അതുപോലെ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഇടാം. നെക്സ്റ്റ് സുക്കീനിയും ഇതുപോലെ തന്നെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. അത് കാരണം അധികം നേരം വേണ്ട, 1 മിനിറ്റൊക്കെ മതി. അതും ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഓയിൽ ഞാൻ ഒഴിക്കുന്നില്ല, ഇത് ഇത്തിരി ഒരു ഗ്രിൽ ടേസ്റ്റ് വന്നോട്ടെ. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാം. സുക്കീനി ആയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ മെയിൻ തിങ്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക ചട്ടി. ഇത്രയും നേരം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടായിരുന്നു. ഇനി മെയിനായിട്ട് ഈ മിക്സ്ഡ് ഹെർബ്സ് ആണ് ഇതിന് വേണ്ടത്. നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ. മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, ഓറിഗാനോ ഒക്കെ പോലെ തന്നെ. ആൻഡ് വെളുത്തുള്ളി പൊടി പോലെ അരിയണം. പിന്നെ ഒലിവ് ഓയിലും ബട്ടറും, ഉപ്പ്, പെപ്പർ, അത്രയും മതി. ബട്ടർ ഇടുമ്പോൾ തന്നെ ഒലിവ് ഓയിൽ ഇട്ടില്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞു വരും കേട്ടോ, പെട്ടെന്ന് ചെയ്യണേ.
ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗാർലിക്ക് കുറച്ചധികം കിട്ടും. ഞാനൊരു 15 ഗാർലിക്ക് ഇതുപോലെ പൊടി പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ചട്ടി ഓവർ ഹീറ്റായി പോയി ഈ പറഞ്ഞു വന്നപ്പോഴേക്കും. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഗാർലിക്ക് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതിയേ, ലൈറ്റ് ഓവറായിട്ട് അതാവണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ പോയിട്ട് ഭയങ്കര ഒരു കരിഞ്ഞ ചുവ വരും. നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ആൻഡ് ഉപ്പ് ആഡ് ചെയ്യുക, പെപ്പർ ആഡ് ചെയ്യുക. ഇനിയാണിത് ഈ മിക്സ് ഹെർബ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ആഡ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് സ്റ്റർ ചെയ്യുക. അത്രയും മതി. നമ്മുടെ ആദ്യത്തെ സോട്ടേഡ് വെജീസ് റെഡി. മിക്സ് ഹെർബ്സ് ഒരു 2 പിഞ്ചൊക്കെ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒറിഗാനോ അതിലും ഇട്ടാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ടറിൻ്റെയും ഇതിലൊക്കെ ടേസ്റ്റ് കാരണം. ഇനിയത്തെ സോട്ടേഡ് വെജീസ് നമ്മൾ കുറച്ച് ഗ്രീൻ കളർ കൂടുതലായിട്ട് ചെയ്യാൻ പോകാം. നിങ്ങൾ ഉണ്ടാക്കണ ഏത് ഡിഷിനാണ് ഇത് കളേഴ്സ് ചേരണേന്ന് വെച്ചാൽ അത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് പാലക്ക്, സ്വീറ്റ് പൊട്ടാറ്റോ, ബേബി പൊട്ടാറ്റോ ആൻഡ് ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് വെച്ചു. പാലക്ക് എപ്പോഴും ബ്ലാൻഡ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ സോട്ടേഡ് വെജീസിലേക്ക് ആഡ് ചെയ്യാൻ നല്ലത്. ആൻഡ് അതുപോലെ തന്നെ എഗ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ ഈ ബ്ലാൻഡ് ചെയ്ത സ്പിനച്ചാണ് നല്ലത്. അപ്പോൾ എപ്പോഴും ലീവ്സ് മാത്രം എടുക്കുക, എന്നിട്ട് ബോയിലിംഗ് വാട്ടറിലോട്ട് ഒരു 30 സെക്കൻഡ്സ് ഇടാം. എപ്പോഴും ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കേട്ടോ പാലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വലിയൊരു പരന്ന പാത്രം എപ്പോഴും എടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എല്ലാ സൈഡിലേക്കും ഒരേപോലെ ആവില്ല. ഞാനിപ്പോൾ 2 കെട്ടിട്ട് എടുത്തിട്ടുണ്ട്, ബിക്കോസ് ഇത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. തിളക്കട്ടെ, 30 സെക്കൻഡ്സ് മതിയേ. ഇനി ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് ഐസ് വെള്ളത്തിലോട്ട് ഇടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാലക്കിൻ്റെ ലീവ്സിൻ്റെ കളറ് മാറില്ല, ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും. പാലക് പനീറിനൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മെയിനായിട്ട് എനിക്ക് ഈ സോട്ടേഡ് വെജീസിൽ എനിക്കെപ്പോഴും ഈ പാലക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലീവ്സിൻ്റെ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇടാം. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാൻ, റാപ്പിൽ ഫില്ല് ചെയ്യാൻ എല്ലാം ഈ ഒരു വേയിൽ പാലക്ക് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ലീവ്സ് കഴിക്കുകയും ചെയ്യും പിള്ളേർ. ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. പാലക്ക് ഇങ്ങനെ ബ്ലാൻഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പോണേ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ സ്റ്റീം ചെയ്തു 20 മിനിറ്റ്സ്. എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്യാം. ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റക്കെട്ടായി പോകും. അതുപോലെ തന്നെ ബേബി പൊട്ടാറ്റോസ് അതും സ്റ്റീം ചെയ്തിട്ട് തൊലി കളഞ്ഞു. ആൻഡ് ഗ്രീൻ പീസും വേവിച്ച് വെച്ചു ഉപ്പിട്ടിട്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ കുക്കിംഗ് ഒലിവ് ഓയിലും ബട്ടറും കൂടി ആഡ് ചെയ്യുക. ഞാൻ ആദ്യം നമ്മുടെ പാലക്കിനെ സോട്ട് ചെയ്ത് മാറ്റാൻ പോകാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. പാലക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്താൽ മതി കേട്ടോ, ചെയ്താൽ മതി. നെക്സ്റ്റ് സ്വീറ്റ് പൊട്ടാറ്റോ, അത് ഇതുപോലെ തന്നെ, സ്വീറ്റ് പൊട്ടാറ്റോ അല്ല, ബേബി പൊട്ടാറ്റോസ്. ബേസിക്കലി ഓരോ വെജിറ്റബിൾസും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്ത പോലെ ചെയ്യാം. ഇത് മാറ്റട്ടെ. ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ അല്ല, ബേബി പൊട്ടാറ്റോസ്. അതുപോലെ തന്നെ ഗ്രീൻ പീസും ആഡ് ചെയ്യുക. കുക്ക് ചെയ്ത ഗ്രീൻ പീസ് മീഡിയം ടു ഹൈ ഫ്ലെയിം സ്റ്റർ ഫ്രൈ ചെയ്യുക, പെട്ടെന്ന് മതി. മാറ്റട്ടെ. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ അതും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ പരന്ന പാത്രം എടുത്തില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഒരു അപ്പം പോലെ ആയി പോവേ. നെക്സ്റ്റ് ഒലിവ് ഓയിലും ബട്ടറും ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്യുക. പതിയെ ഒന്ന് സോഫൻ ആക്കുക വെളുത്തുള്ളി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ബാക്കി വെളുത്തുള്ളി ആയിക്കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ വെജിറ്റബിളും നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തു. ആൻഡ് മിക്സ് ഹെർബ്സ് ആഡ് ചെയ്തു, 2 പിഞ്ച് കേട്ടോ. പിന്നെ പെപ്പർ ആവശ്യത്തിന്, ഉപ്പ്. ഇതിൽ മെയിൻ ശ്രദ്ധിക്കാനുള്ളത് വൈഡായിട്ടുള്ള പാത്രം എടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല, ഇങ്ങനെ സ്പ്രെഡാക്കി ഇളക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇത് ഞാൻ പ്ലേറ്റ് ചെയ്യണത്, ഇത് ഞാൻ ആറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് അറിയോ? സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചു. അവർ നമ്മൾ പറയുന്ന പാറ്റേൺ നമുക്ക് ചെയ്യും, പ്രിൻസും ചെയ്യും. ഇതിലാണ് പ്ലേറ്റ് ചെയ്യാൻ പോണേ. 2 എണ്ണം ചെയ്തു കേട്ടോ ഇതുപോലെ. ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷനൊക്കെ പറ്റിയ സാധനമാണ്. ആൻഡ് ഇതൊക്കെ ഉള്ളപ്പോൾ ഡിഷസിൽ ഇത്തിരി കുറവ് വന്നാലും ഇതെന്തായാലും കഴിക്കും. സൈഡ് ഡിഷ് കൂടെ ആകുമ്പോൾ നമ്മുടെ ടേബിളും നല്ല ഒരു കളർഫുള്ളാവും. മിക്ക വീഡിയോസിലും നിങ്ങൾ കാണുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ് എൻ്റെ സൈഡ് ഡിഷായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ കളറിലെ സോട്ടേഡ് വെജീസ്. ഇത് കണ്ടോ, 2നും ഡിഫറെൻറ്റ് ലുക്കാണ്. ആൻഡ് എപ്പോഴും ഒരേ സാധനം തന്നെ പാർട്ടീസിനാണെങ്കിലും അതെ, നിങ്ങളുടെ വീട്ടിലും ആണെങ്കിലും അതെ, ഒരേ സാധനം തന്നെ ട്രൈ ചെയ്യാണ്ട് അപ്പിയറൻസിൽ ഡിഫറൻസ് ഉള്ളത്, ടേസ്റ്റ് ഉള്ളത്, ടെക്സ്ചർ വൈസ് ഡിഫറൻസ്, അതെല്ലാം ട്രൈ ചെയ്യണേ.
ആൻഡ് പിള്ളേരുടെ ടിഫിൻ ബോക്സിലേക്കൊക്കെ ഇത് കറക്റ്റ് സാധനമാണ്. മെയിനായിട്ട് ബസ്മതി റൈസിൻ്റെ കൂടെയും ബട്ടർ റൈസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പോൾ. സ്വീറ്റ് കോണും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. വേവിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെയിം വേയിൽ ചെയ്തു. ഇതേ ഊട്ടി ബീൻസും ഇതുപോലെ തന്നെ ചെയ്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ കണ്ട ഈ വെജിറ്റബിൾസ് ഉണ്ട്, അതിലേതെങ്കിലും രണ്ടെണ്ണ ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. സൈഡ് ഡിഷിനുള്ള ഓപ്ഷൻ കേട്ടോ. ഇതെന്തായാലും വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. വെജിറ്റേറിയൻസിനും അതെ, നോൺ വെജിറ്റേറിയൻസിനും അതെ. ഈ വെജീസിൻ്റെ മെയിൻ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ടും ഡിന്നർ ടേബിളിലോട്ടും ലഞ്ച് ടേബിളിലോട്ടും കറക്റ്റ് സാധനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റൂവിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെജീസ്. എല്ലാത്തിൻ്റെ കൂടെ ഇഷ്ടമാണ്. റൈസ്, ബട്ടർ റൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈവൻ നിങ്ങൾ ഡയറ്റിൻ്റെ സമയത്ത് ഇതൊക്കെ ഓയിൽ കുറച്ച് ചെയ്താൽ മതി, അപ്പോഴും നല്ല. ഈ സ്പൂൺ ഫ്രം ഫാബ് ഇന്ത്യ. അടുത്ത ഡിഷ് ഇത് കണ്ടോ, വേണമെങ്കിൽ ഇനി ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലല്ലേ, അതിട്ട് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. ചെയ്തില്ലെങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യാതാ. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ സൗണ്ട് വരണം, ഇങ്ങനെ ഒരു കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, അതാണ് ടേസ്റ്റ്. ബൺ ഫ്രം നവ്യ, അത് കുറച്ച് മതി. എനിക്ക് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈ ബൺ കുറച്ച് മതി. ആൻഡ് നമ്മുടെ സ്റ്റൂവിൻ്റെ ചാറുണ്ടല്ലോ, ചിക്കൻ സ്റ്റൂവിൻ്റെ, ഇത് നിങ്ങളെൻ്റെ കുറേ വീഡിയോസിൽ ഈ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടാവും. നിർത്താൻ പറ്റില്ല കേട്ടോ. ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്ത് വെക്കാം ഈ വീഡിയോ. ആൻഡ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോണേ ഇനി.